ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു വീക്ക് ഡേയിൽ എടുത്ത ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വീക്ക് ഡേയിലുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഏകദേശം ഒരു 11:30-11:45 ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 3 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ആദ്യമേ ഞാൻ അതൊരു കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്ത് തുടങ്ങുക, അതായത് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പോത്തുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കറി പോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ സവാള ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷുവിന് മുന്നേ ഒരു ദിവസം മുന്നേ വാങ്ങിയ ഫ്ലവറാണ്. ഇത്രയും ദിവസമായിട്ടും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്, അത് നല്ല രസമുണ്ട് അതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഞാൻ ചോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഇറച്ചി അതുപോലെ നല്ല പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഇറച്ചി വേവും. ഇവിടെ യൂഷ്വലി ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരിയും മറ്റേ മുളക് പൊടി രണ്ടും ചേർക്കുന്നുണ്ട്. പകുതി 1 ടീസ്പൂൺ വീതം, 1 ടേബിൾ സ്പൂൺ വീതം 2 ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇതുപോലെ മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയുടെ എരിവ് ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ചേർക്കാം. പിന്നെ നമ്മുടെ മീറ്റ് മസാല, ഏതെങ്കിലും ഒരു മീറ്റ് മസാല ചേർക്കുക. പിന്നെ ഉപ്പ്, ഇത്രയും ചേർത്താൽ മതി. പിന്നെ നല്ലോണം ഇത് ഞെരടുന്ന അതിനകത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ലോണം ഞെരടിയിട്ട് വേണം അത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അത്രയൊക്കെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലടിച്ചിട്ട് കുറച്ച് വെച്ച് വേവിക്കുക. അപ്പം ചിലതിന് ഇവിടുത്തെ ഇതിനാണെങ്കിൽ ഒരു 4 വിസിൽ മതിയാവും. അപ്പം നമുക്ക് അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് വെന്ത് കിട്ടി. ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഓമയ്ക്കയാണ്, ഓമയ്ക്കല്ലേ കപ്പയ്ക്ക. അപ്പം അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇച്ചിരി പഴുത്ത് തുടങ്ങിയ കപ്പയ്ക്കായിരുന്നു. പക്ഷേ എന്നിട്ട് പഴുത്തിട്ടും ഇല്ല, പക്ഷെ പഴുത്ത് തുടങ്ങുകയും ചെയ്യും, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ ജീരകവും കടുകും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി, എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മുടെ ആ ഓമയ്ക്ക അതിനകത്തോട്ട് ഇട്ടു. അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിന് ഞാൻ ജസ്റ്റ് തേങ്ങ ഇടത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലവർ തേങ്ങയും മറ്റേ അരപ്പൊക്കെ ചേർത്തും ചെയ്യാം. ഞാനിപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഇതിൽ ചെയ്തു. അപ്പോൾ നമ്മൾ വിഷുവിന് അന്ന് വാങ്ങിയ ഒരു മാങ്ങയാണ്, അത് നന്നായിട്ട് പഴുത്തു. അപ്പം അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അതൊന്ന് കണ്ടിച്ചെടുത്തു. അപ്പോൾ ഉപ്പിടാൻ അപ്പോഴാണ് മറന്നുപോയത് ഓർത്തത്. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആറാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് മോൾക്ക് പൊതുവേ മാങ്ങ അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അവൾക്കത് കുറച്ച് കൊടുത്തു. ബാക്കി ഞാൻ പിന്നെ കുറച്ച് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുളകും ഉപ്പും ഇട്ടാണ് മാങ്ങ കഴിക്കുക. ചിലർക്ക് മുളക് പൊടി ഉപ്പുമാണ്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചാൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് കൂട്ടി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവൾ അവിടെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ TV കാണിക്കും. അങ്ങനെ അവളവിടെ ഇരുന്നോളും. ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് ശല്യപ്പെടുത്തും, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ സൈഡായിട്ട് നമുക്കൊരു കറി വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുളിശ്ശേരി അല്ലെ മോരുകറി വെക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തൈര് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം, ഒരു പൾസിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഞാനിവിടെ എണ്ണ ചൂടാക്കിയതിന് ശേഷം അപ്പോഴാണ് നമ്മുടെ ചോറിൻ്റെ വിസിലെല്ലാം പോയി, അത് ജസ്റ്റ് ഒന്ന് ഊറ്റി. അപ്പം എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് കടുകും
പിന്നെ ഉലുവായുടെ ഇടണേ, അത് മറക്കല്ല. പിന്നെ കരിവേപ്പിലയും ഞാൻ വറ്റൽമുളക് ഇടാൻ മറന്നുപോയി. വറ്റൽമുളക് ഇട്ടിട്ട് ഞാൻ പച്ചമുളകും കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞതും പിന്നെ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ ഒരു മോരും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഇളക്കി. അപ്പോഴത്തേക്ക് തീ ഓഫാക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ പിരിഞ്ഞു വരും. അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പുക വരുന്നത്, അതായത് അത് ചൂടായിട്ടുണ്ടെന്ന്. അപ്പം നമുക്കത് മാറ്റാം. അത്രയേ ഉള്ളൂ. മോരുകറി ഈസി ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇതാണ് ഓരോ അടുക്കളയിലെ സാധനം എടുത്തുകൊണ്ട് പോയി കളിച്ചുകൊണ്ടിരുന്നോളും. അവളങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ അടങ്ങിയിരുന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് മാത്രം കുറച്ച് വഴക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ഇറച്ചി വെന്തിട്ടുണ്ടാവും. പക്ഷേ അത് അങ്ങനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിൽ ഞങ്ങൾ കുറച്ചുകൂടെ തേങ്ങാക്കൊത്തും കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അത് കഴിക്കാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കരിവേപ്പില കടുക് ഇട്ടതിന് ശേഷം ഈ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങയില്ലേ അതുകൂടെ ഇടുക. അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സവാള ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു കളറ് മാറുമ്പോഴത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടെ ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കും. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ചിലവർക്ക് വെള്ളം ഇഷ്ടമായിരിക്കും, ഗ്രേവി ആയിട്ടുള്ള ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇല്ല ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ആ എണ്ണ ഒന്ന് ജസ്റ്റ് തെളിഞ്ഞ് വരുന്നിടം വരെ തിളപ്പിച്ച് മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ കറി റെഡിയായി. പിന്നെ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ ഓമയ്ക്ക തോരനും റെഡി ആയിക്കഴിഞ്ഞു. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് വേണമെങ്കിൽ ലഞ്ചെന്നൊക്കെ പറയാം, അങ്ങനെയാണ്. അപ്പം അത്രയും ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം മോക്കത് കഴിക്കത്തില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് മുട്ട പൊരിക്കാമെന്ന് വെച്ചു. ഞാൻ ജസ്റ്റ് മുട്ടയ്ക്കകത്ത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കത്തേ ഉള്ളൂ. ജസ്റ്റ് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കും. ഇത് നമ്മൾ തുറന്ന് വെക്കുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അതായിരിക്കും. അപ്പം നമുക്ക് തിരിച്ചിടാനും ഭയങ്കര എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ആദ്യം അവളെ ഫുഡ് കൊടുത്തിട്ടാണ് അവളെ ഫുഡ് കൊടുത്ത് ചിലപ്പം അവൾ നേരത്തെ ഉറങ്ങും. നമ്മൾ ഈ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ ഉറങ്ങും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ ഉറങ്ങിയില്ലെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് അവൾ ഉറങ്ങും. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾ കഴിക്കുന്നതിന് മുന്നേ അവിടെ എന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരുത്താവും, അല്ലെങ്കിൽ അവിടെ ഫുള്ള് ഇതിലാക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടം മുട്ടയാണ്. അപ്പം മുട്ട ഉണ്ടെങ്കിൽ അവൾ എന്താണേലും കഴിക്കും. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അവൾ കഴിച്ച് കഴിഞ്ഞ് നമ്മളും കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.